എന്താ മാമേ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ അമ്മ വന്നിട്ടുണ്ട്. നീ ഒരിക്കലും ശ്രുതിയുടെ കാര്യം ഇവിടെ സംസാരിക്കരുത് കേട്ടോ. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നീ ഇവിടെ പറയരുത്. അമ്മ അതറിയരുത്. ചന്ദ്രേ, ഞാൻ ഇവിടെ വന്നതേ വേറൊരു സന്തോഷ വാർത്ത പറയാനാ. നീ ഈ മധുരം കഴിച്ചേ. മധുരം കഴിക്കാൻ എന്താ വിശേഷം? കഴിക്കടി. ചന്ദ്രയ്ക്ക് മധുരം എടുത്ത് കൊടുക്കാണ് ബാമ. എന്നിട്ട് സന്തോഷ വാർത്ത ചന്ദ്രയോട് പറയാണ്. ചന്ദ്രേ, നിന്റെ മോൻ ശ്രുതി ഒരു അച്ഛനാവാൻ പോവാ. ശ്രുതിയോ? അതെ, ശ്രുതി ഗർഭിണിയാണ്. ശ്രുതിയോ? ഗർഭിണിയോ? നീ എങ്ങനെ അറിഞ്ഞു? നീ എങ്ങനെ അവളെ അവിടെ കണ്ടേ? നീ എവിടുന്ന് അവളെ കണ്ടത്? അവള് നിന്റെ അടുത്ത് വരാറുണ്ടല്ലേ? അല്ല ചന്ദ്രേ, അവളെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടപ്പോൾ അവൾ എന്നോട് പറഞ്ഞതാ. കൂട്ടുകാരെ, ശ്രുതി ഗർഭിണിയാണെന്നുള്ള സത്യം ബാമ പോയിട്ട് ചന്ദ്രോദയത്തിൽ പൊട്ടിക്കുകയാണ്. ശ്രുതിയുടെയും മീരയുടെയും പ്ലാനിങ് അനുസരിച്ചിട്ട് ബാമ പോയിട്ട് അത് ചന്ദ്രോദയത്തിൽ പൊട്ടിക്കുകയാണ്. പക്ഷെ ബാമയ്ക്ക് അറിയില്ല, പാവം ഇത് കള്ളഗർഭാണെന്ന് ബാമയ്ക്ക് അറിയണില്ലല്ലോ. മധുസൂദനൻ വന്നിട്ട് എല്ലാവരോടും തെറ്റും മാപ്പും പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് സച്ചിയുടെ അച്ഛമ്മ വരുന്നത്. അച്ഛമ്മ വരുന്ന കേൾക്കുമ്പോൾ മധുസൂദനൻ ഓർക്കാണ് പണ്ടത്തെ മർമാണി പ്രയോഗമൊക്കെ ഇങ്ങനെ ഓർക്കാണ്. ചൂണ്ടുവിരൽ പ്രയോഗം ഓർക്കുമ്പോൾ മധുസൂദനൻ പറയണേ ഞാൻ ഇറങ്ങാണെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണേ നിക്ക്, അമ്മ വരുന്നുണ്ടല്ലോ, അമ്മയെ കണ്ടിട്ട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ എന്താ വിചാരിക്കുക, മധുസൂദനൻ ഇരിക്കുക വേണ്ടിട്ട് അങ്ങനെ മധുസൂദനെ അവിടെ ഇരുത്താണ്. അച്ഛമ്മ ഓട്ടോക്കാരന് പൈസ കൊടുക്കുമ്പോൾ സച്ചി പറയാണ്, അച്ഛമ്മ ഞാൻ കൊടുക്കാൻ വരുമ്പോൾ വേണ്ടടാ, ഞാൻ കൊടുത്തു പറഞ്ഞ് ഫോൺ പേ ഒക്കെ ചെയ്യണം. അപ്പോൾ അച്ഛമ്മ ഇതിന്ന് പൈസ കൊടുക്കാനൊക്കെ പഠിച്ചു നോക്കുമ്പോൾ ഞാനെല്ലാം പഠിച്ചു എന്നൊക്കെ പറയാണ്. ആരുടെയുടെ കാറ് ചോദിക്കുമ്പോൾ അതൊരു മർമ്മപ്രയോഗക്കാരനാ, അതൊരു ശകുനിയുടെ എന്നൊക്കെ പറയാണ് സച്ചി. അച്ഛമ്മ വായ ആളെ കാണാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മേനെയും കൂട്ടിയിട്ട് സച്ചി അകത്തേക്ക് പോകാൻ നോക്കുമ്പോൾ മധുസൂദനെ അവിടെ. മധുസൂദനെ കാണുമ്പോൾ അച്ഛമ്മയെ കാണുമ്പോൾ മധുസൂദനെ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അച്ഛമ്മ ഇങ്ങനെ അച്ഛമ്മയുടെ വിരലിങ്ങനെ എടുത്തിട്ട് വിരൽ പ്രയോഗം ഇങ്ങനെ പ്രയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ ശ്രുതി ചോദിക്കുക എന്താ അച്ഛമ്മ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ മധുസൂദനൻ പറഞ്ഞു അത് വെറുതെ അമ്മ സ്നേഹം കൊണ്ടല്ലേ. അല്ലേ അമ്മ എന്നൊക്കെ ചോദിക്കാൻ. അല്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് നിനക്കറിയാലോ, നടന്ന സംഭവങ്ങളൊന്നും നീ മറന്നിട്ടല്ലേ. നീ എൻ്റെ മോനെ കുടുംബത്തിനെ എന്തുമാത്രം നീ അപമാനിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അങ്ങനത്തെ വല്ല പ്രയോഗം വേണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ അയ്യോ ഒന്നും വേണ്ട അമ്മേ, പണ്ടത്തെ മധുസൂദനല്ല ഞാൻ ആളാകെ മാറി, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പറയുമ്പോൾ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും, നീ ഇതല്ല ഇതിനപ്പുറം പറയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക കലാവതി അച്ഛമ്മ മധുസൂദനെ നോക്കാൻ ഇല്ല അമ്മ, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, ഇനി മധുസൂദനൻ ഒരിക്കലും അങ്ങനെ ആവില്ല. ശരി അമ്മ, ഞാൻ ഇറങ്ങാണ്, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ അമ്മ എന്നോട് എനിക്ക് മാപ്പ് തരണം, അമ്മ എന്നെ അനുഗ്രഹിക്കണം പറഞ്ഞിട്ട് അച്ഛമ്മയുടെ കാല് പിടിക്കുകയാണ് മധുസൂദനൻ. അപ്പൊ പറയണ നിന്നെ എൻ്റെ രവിനെ കുടുംബത്തിനെ അപമാനിച്ച് നിന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും അനുഗ്രഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി അമ്മേ, ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ മധുസൂദന വർഷയോട് രേവതിയോട് ശ്രീകാന്തിനോട് സച്ചിയോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങണ വഴിക്ക് രവീന്ദ്രനോട് പറയണ രവി വാ, എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട് രവീന്ദ്രനെയും കൂട്ടിയിട്ട് പോവാണ്. അപ്പൊ ഈ സമയത്ത് അച്ഛമ്മ തിരിഞ്ഞിട്ട് വർഷേനെയും ശ്രീകാന്തിനും എൻ്റെ മക്കളും ഇങ്ങോട്ട് വന്നേ പറഞ്ഞിട്ട് വർഷേനെയും ശ്രീകാന്തിനും കെട്ടിപ്പിടിച്ചിട്ട് വർഷയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്, ശ്രീകാന്തിനൊരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ അച്ഛമ്മയെ വിളിച്ചിട്ട് ഇവർ രണ്ടുപേരും അച്ഛമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് രവീന്ദ്രനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കണ മധുസൂദനൻ പറയാണ്, രവി നീ കഴിക്കോ ചോദിക്കുമ്പോൾ ഞാൻ കഴിക്കുക, വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്, അതല്ല നീ എപ്പോഴെങ്കിലും കൂടാറുണ്ടായിരിക്കുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നുമില്ല പറയുമ്പോൾ അതൊക്കെ വേണം രവി, ഇപ്പം റിട്ടയർമെൻറ്റ് ലൈഫല്ലേ, നമ്മളതൊക്കെ ആഘോഷിക്കണം, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വാ, നമുക്ക് ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, നമുക്ക് ഒരു ദിവസം അവിടെ കൂടാം, അവിടെ ആർമാദിച്ചിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പിന്നിൽ വന്ന് നിൽക്കണ്ട. അപ്പോൾ സച്ചി പറയണം ഓഹോ, അപ്പോൾ കുടിക്കാത്ത എൻ്റെ അച്ഛനെ കുടിപ്പിച്ചിട്ട് കായലിൽ കൊല്ലാനാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി ദൈവത്താണ് സത്യം, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല പറയാം, എനിക്കറിയാം നിങ്ങളെ എനിക്ക് കുടിക്കണ വെള്ളത്തിൽ വിശ്വാസമില്ല, നിങ്ങളെ എന്നെയും അച്ഛനെയും രേവതിനെയൊക്കെ എന്തുമാത്രം അപമാനിച്ചതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ പറയുമ്പോൾ മധുസൂദനൻ പറയണ ഇല്ല സച്ചി, ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പറയുമ്പോൾ രവീന്ദ്രൻ പറയണ മധുസൂദനൻ പൊക്കോ, ചെല്ലാൻ നോക്ക് പറയണം. അങ്ങനെ സച്ചി ചൂടാവാണ് മധുസൂദനോട്. അപ്പൊ രവീന്ദ്രൻ ഭാഗം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മധുസൂദനോട് അവിടെ നിന്ന് പോവാൻ പറയണം. അങ്ങനെ മധുസൂദനൻ പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് രവീന്ദ്രൻ സച്ചിനും കൂട്ടിയിട്ട് അവിടെ അകത്തേക്ക് പോകാൻ വേണ്ടി സച്ചിനും കൂട്ടി അകത്തേക്ക് കയറി പോവാണ്. മധുസൂദനൻ ഇങ്ങനെ കാറിന്റെ അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇവരും വിശ്വസിക്കണില്ലല്ലോ, സാരില്ല, എൻ്റെ സ്വഭാവം മാറിയെന്ന് പതിയെ അവർക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മധുസൂദനൻ വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ ഈ സമയത്ത് ഹാളിൽ പൊരിഞ്ഞ ചർച്ചയാണ് മധുസൂദൻ്റെ വരവിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും സച്ചി വന്നിട്ട് പറയണം, അതെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അദ്ദേഹത്തിന് തീരെ വിശ്വാസമായിട്ടില്ല, അദ്ദേഹം ഇത് അഭിനയിക്കുകയാണെന്ന് എനിക്ക് 100% അറിയാം, എന്നെ അനുകൂലിക്കുന്നവർ ആരൊക്കെയുണ്ട് ചോദിച്ചിട്ട് സച്ചി കൈ നോക്കുമ്പോൾ എല്ലാവരും സച്ചിനെ അനുകൂലിച്ച് കൈ പൊക്കാതിരിക്കുന്നത് രവീന്ദ്രൻ മാത്രമാണ്. അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ വേണ്ട ചുറ്റും നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുമ്പോൾ രവീന്ദ്രൻ കൈ പൊക്കാണ്. ഇപ്പം മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ല അദ്ദേഹം അഭിനയിക്കുകയാണെന്ന്. അപ്പം നമ്മളെല്ലാവരും കരുതിയിരിക്കണം, ഞാൻ അടുത്ത എന്ത് ട്രാപ്പുമായിട്ടാണ് അദ്ദേഹം വരുന്നതെന്ന് നമുക്കറിയില്ല, വർഷയുടെ അച്ഛനാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തതെന്നൊക്കെ പറയുമ്പോൾ വർഷ പറയണേ എനിക്കറിയാം എൻ്റെ അച്ഛൻ ഇതല്ല ഇതിനപ്പുറം അഭിനയിക്കും, അച്ഛനൊന്നും അത്ര പെട്ടെന്ന് മാറാനൊന്നും പോണില്ല, എനിക്കറിയാമെന്നൊക്കെ പറയണ വർഷ.
അപ്പോൾ ശ്രുതി പറയാണ് ഞാനും വിചാരിച്ചു അദ്ദേഹത്തിന് എന്താ ഇത്ര മാറ്റം, പിന്നെ വർഷയുടെ അച്ഛനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ് എന്തൊക്കെ അഭിനയം കൊണ്ടല്ലേ ഓരോരുത്തരും നടക്കണമെന്നൊക്കെ പറയണം. അപ്പോൾ എന്താ പറയുക, കലാവതി അച്ഛമ്മ പറയാണ് ഇനി മതി, ആ സംസാരം ഇവിടെ നിർത്താം, കേട്ടില്ലേ, കാരണം വർഷയുടെ അച്ഛനാണ്, എത്രയ്ക്കായാലും ഒരു വർഷയുടെ അച്ഛനാണ്, നമ്മൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, വർഷയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതൊന്നും സംസാരിക്കരുത്. കാരണം എന്താണെന്നറിയോ, വർഷയുടെ മനസ്സ് വേദനിപ്പിക്കണ യാതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല, അവളെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയുടെ അങ്ങനെ തൊട്ട് തലോടാണ്. ഇനി സൂക്ഷിക്കണം, നീയെ നന്നായി നോക്കണം, ശരീരമൊക്കെ നോക്കണം, കുറച്ച് വേദന അതും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല, അതൊക്കെ ഈ സമയത്ത് പതിവാണ് എന്നൊക്കെ പറയണം. അപ്പോൾ വീണ്ടും വർഷയുടെ അച്ഛനേക്ക് പ്ലേറ്റ് എടുത്തിടുമ്പോൾ പെട്ടെന്ന് പറയാണ്, എന്താ പറയുക, സച്ചിയുടെ അടുത്തേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് രേവതി. അച്ഛമ്മ സച്ചിയേട്ടൻ എന്തോ ചെവ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണ ഓ ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ചെവ് പിടിച്ച് തിരുമ്പിയിട്ട് പറയാണ്, അതെ എല്ലാ ചെറുപ്പം മുതലുള്ള എല്ലാ മത്സരങ്ങളിലും നീയാ ജയിക്കാറ്, പക്ഷേ ഈ മത്സരത്തിൽ നീ തോറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള ശിക്ഷ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെവ് പിടിക്കുമ്പോൾ സച്ചി പറയണം ഞാൻ മാത്രമല്ല അച്ഛമ്മ, രേവതിയും തോറ്റല്ലേ, രേവതിയുടെയും ചെവ് പിടിക്കാൻ പറയണം. അപ്പം അങ്ങനെ രേവതിയുടെയും ചെവ് പിടിക്കാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് ശ്രുതി. അപ്പം അച്ഛമ്മ ചോദിക്കുക എന്താണ് നിന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കണം, അല്ല നിന്റെ കെട്ടിയോളം എവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ് അവള് ബാംഗ്ലൂർക്ക് പോയേക്കാണ്, ഒരു കല്യാണ പരിപാടി ഉണ്ട് അതിന് പോയേക്കാണെന്ന് പറയാണ്. ഓ ആണോ, വെറുതെ അല്ല നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്താണ് രേവതി പ്ലേറ്റ് മാറ്റി ഓരോന്ന് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ വിഷമമുണ്ട്. അങ്ങനെ ആ ഒരു ടോപ്പിക്ക് അവിടെ നിന്നു. ആ ഒരു ടോപ്പിക്ക് അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയാണ്, നീ എന്ത് പണിയായി കാണിക്കണത്, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന അമ്മ എന്താ വിചാരിക്കുക, അമ്മ പിന്നെ ഓരോന്ന് ചോദിച്ചാൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ല. ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ് നമുക്കെല്ലാം തുറന്ന് പറഞ്ഞാലായിരിക്കുമ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ 100 ചോദ്യം പറച്ചിലും പിന്നെ അമ്മ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരും ചെയ്യും എന്നൊക്കെ പറയണം. അതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചന്ദ്രമതി ബാമ ചന്ദ്രയെ വിളിച്ചിട്ട് കയറി വരണം. അയ്യോ നീ എന്തിനെപ്പോൾ ഇങ്ങോട്ട് വന്നേ, അദ്ദേഹം ഒരു കാര്യമുണ്ട്, ഇവിടെ നടന്നൊന്നും നീ പറയരുത്, അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല, അമ്മ വന്നിട്ടുണ്ട്, അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അതേ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാടി പറയണം. എന്താ ഇപ്പം നിനക്ക് ഇത്ര വലിയ സന്തോഷ വാർത്ത പറയാനുള്ള, എന്നാ നീ ലഡ്ഡു എടുക്കുക പറയണം. എന്താടി ചോദിക്കുമ്പോൾ എടുക്കുക പറയും. എന്നാൽ ചന്ദ്രയ്ക്ക് ലഡ്ഡു കൊടുക്കും, ശ്രുതിക്ക് കൊടുക്കുമ്പോൾ ശ്രുതി എടുക്കണില്ല. അപ്പൊ ബാമ പറയണ എടുക്ക് മോനെ പറയണം. അപ്പൊ ശ്രുതി ലഡ്ഡു എടുക്കണം. ലഡ്ഡു എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് പറയണ രവിയേട്ട എടുക്കുക പറയുമ്പോൾ രവീന്ദ്രൻ ലഡ്ഡു എടുക്കുമ്പോൾ ചന്ദ്രമതി പറയണം അതേ രവിയേട്ട ഷുഗർ ആണിട്ട് പറയുമ്പോൾ ഒരു ലഡ്ഡു ഒക്കെ കഴിക്കാന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്ര ചോദിക്കണം ബാമയോട് എന്താ ഇത്ര വലിയ സന്തോഷ വാർത്ത. സന്തോഷ വാർത്ത എനിക്കല്ലടി, പിന്നെ ആർക്കാകുമ്പോൾ നിന്റെ മോൻ ശ്രുതിയോ ഒരു അച്ഛനാവാൻ പോവാ പറയാം. എൻ്റെ മോൻ ശ്രുതിയോ? ആ അതെ, ശ്രുതി ഗർഭിണിയാണ് പറഞ്ഞത്. ശ്രുതി ഗർഭിണിയോ? ഇത് നോണയാ, നീ എവിടുന്ന് അവളെ കണ്ടേ? അത് ശരി, അപ്പൊ അവള് നിന്റെ വീട്ടിൽ വരാറുണ്ടല്ലേ, നിങ്ങൾ തമ്മിൽ കാണാറുണ്ടല്ലേ എന്ന് നോക്കുമ്പോൾ ഇല്ല ചന്ദ്രേ, അവളേനെ ഞാൻ ടൗണിൽ വെച്ച് കണ്ടത്, അപ്പോഴാണ് അവൾ ഈ വിവരം പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ ഇത് ഞാൻ വിശ്വസിക്കില്ല, ഇത് നോണയാ, അവളിവിടെ കയറിക്കൂടാൻ വേണ്ടി ഇതല്ല ഇതിനപ്പുറം പറയും. അങ്ങനെ അവൾ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവളത് ശ്രുതിയെ വിളിച്ചറിയിച്ചില്ല? ശ്രുതിയല്ലേ അവൾ ആദ്യം വിളിച്ചറിയിക്കേണ്ടത്, ശ്രുതിനെ എങ്ങനെ വിളിച്ചറിയിക്കും? നീ പറഞ്ഞാലല്ലേ അവൾ ഫോൺ എടുക്കുള്ളൂ. അവൾ കുറേ തവണ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്, അവൻ ഫോൺ എടുക്കാൻ പറയുമ്പോൾ ശ്രുതി പറയാണ് ശരിയാ അമ്മേ, അവള് ഗർഭിണിയാവാനുള്ള സാധ്യതയുണ്ട് പറയണം. അപ്പോൾ വർഷയൊക്കെ മുന്നേ ഗർഭിണിയായതാണ് ശ്രുതി വിവരം മറച്ചു വെച്ചതാണ് നമ്മളിൽ നിന്നൊക്കെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചന്ദ്രമതി പറയും ഞാൻ ഇത് വിശ്വസിക്കില്ല, അവൾ പെരുങ്കള്ളി, അവർ പറയണ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല, ഇതും അവൾ ഇതിൻ്റെ ഉള്ളിൽ കയറിക്കൂടാനുള്ള അടവാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണ അമ്മ അങ്ങനെ പറയില്ല, ചിലപ്പോൾ അത് സത്യമാവും, നമുക്ക് ശ്രുതിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം അമ്മയെ പറയുമ്പോൾ ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരാനോ, നീ എന്താ പറയണെന്ന് ചോദിക്കുമ്പോൾ പറയാണ് വർഷയ്ക്ക് മുമ്പ് ഗർഭിണിയായി എന്താ ശ്രുതി പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. എന്തിനാടാ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഭാമ പറയണ അവൻ ഒരച്ഛനാവാൻ പോകുന്നതിൻ്റെ സന്തോഷമല്ലേ ചന്ദ്ര എന്നൊക്കെ പറയണം. അപ്പോൾ രവീന്ദ്രനും ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇതായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പം രവീന്ദ്രൻ പറയണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവളത് നുണ പറയാ രവിയേട്ട പറയുമ്പോൾ ഒരു ഗർഭിണിയെന്ന് ഒരിക്കലും ഒരു പെണ്ണും നുണ പറയില്ലല്ലോ ചന്ദ്ര എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കണം, അപ്പോൾ വർഷയെക്കാട്ടിലും മുന്നേ ആദ്യം ഗർഭിണിയാക്കുന്നത് ശ്രുതിയാണല്ലേ, അപ്പോൾ ശ്രുതിക്കാണല്ലേ അച്ഛമ്മയുടെ സ്വത്തുകൾ മുഴുവൻ കിട്ടുക. അപ്പം അച്ഛമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ കിട്ടി ഞാനൊരു കോടീശ്വരനാവും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി മനക്കോട്ട കെട്ടിയിട്ട് ലഡ്ഡു ഇങ്ങനെ എടുത്ത് വിഴുങ്ങാണ്. എൻ്റെ ശ്രുതി ഗർഭിണിയാ, ഞാനൊരു അച്ഛനാവാൻ പോവാ, ഞാൻ എത്രയും പെട്ടെന്ന് ഈ സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നീ അച്ഛനോട് ഇത് പറയാൻ നിൽക്കല്ലേ, നീ ഇവിടെ തൽക്കാലം അവരോടും പറയാൻ വരട്ടെ എന്ന് പറയണ ചന്ദ്രമതി പറഞ്ഞിട്ട് ശ്രുതിനെ അവിടെ വാൺ ചെയ്ത് നിർത്തുകയാണ്. അപ്പം അങ്ങനെ ശ്രുതി ഗർഭിണിയാണെന്നുള്ള കള്ളസത്യവും വെച്ചിട്ട് കള്ളത്തരവും വെച്ചിട്ട് ശ്രുതി ചന്ദ്രോദയത്തിലേക്ക് കടക്കാനുള്ള ആദ്യത്തെ കടമ്പ ഭാമയെ വെച്ചിട്ടുള്ള ശ്രുതിയുടെ ആദ്യത്തെ കടമ്പ പൂർത്തിയായിക്കാണ്. അതിൽ ചന്ദ്രമതി വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷെ രവീന്ദ്രനൊക്കെ അത് വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ ഒരിക്കലും ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് നുണ പറയില്ലല്ലോ. അപ്പോൾ രവീന്ദ്രനൊക്കെ അത് വിശ്വസിച്ചിട്ടിരിക്കുന്നത്. ബാക്കി ആരും അത് അറിഞ്ഞിട്ടില്ല, ശ്രുതി
ശ്രുതിയും രവീന്ദ്രനും ചന്ദ്രമതിയും ഭാമയും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ, മറ്റുള്ളവരെ അറിയിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ശ്രുതിനെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്രമതി പറയണേ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ വാശിയിലാണ് ചന്ദ്രമതി നിൽക്കുന്നത്. ശ്രുതി ആകെ ധർമ്മസങ്കടത്തിലാണ്. ശ്രുതിക്കും ഭാര്യ ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഭാര്യയെ കാണണം, ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചാനൽ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്